എല്ലാവർക്കും ആനിമി ബ്ലാബ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിലെ നെയിം പോലെ തന്നെ ആനിമി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഡീമൺ സ്ലെയറിൻ്റെ മാങ്ക എക്സ്പ്ലനേഷൻ തൊട്ട് തന്നെ തുടങ്ങാം. മാങ്ക നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റി കാസിലെ ആർക്കിൻ്റെ തുടക്കം തൊട്ടാണ്. ഇൻഫിനിറ്റി കാസിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 140ാമത്തെ ചാപ്റ്റർ തൊട്ട്. അപ്പോൾ കംപ്ലീറ്റ് സ്പോയിലേഴ്സാണ്. സ്പോയിലർ ഇഷ്ടമില്ലാത്തവരൊന്നും കാണരുത്. നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാം ഇത് കുറച്ച് ലേറ്റ് ആയി തുടങ്ങാൻ, പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെ തീർക്കാം. ഇന്ന് ഫസ്റ്റ് തുടക്കമാണ്, നമുക്ക് ഒരെണ്ണം ചെയ്യാം. ഇനി ഇങ്ങോട്ട് വരുന്ന ദിവസത്തിൽ ഒന്നര വിട്ട് 2-3 ഒക്കെ വെച്ച് നമുക്ക് കവർ ചെയ്ത് എങ്ങനെയല്ല ഇത് പെട്ടെന്ന് തന്നെ തീർത്തെടുക്കാം. അപ്പം അധികം നമസ്കാരം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഇൻഫിനിറ്റി കാസിലാർക്ക് തുടക്കുന്നത് പറഞ്ഞാൽ ഈ മൂസാൻ ഇവരെല്ലാം പിടിക്കുമെന്നുള്ള ഘട്ടം വരുമ്പോൾ മൂസാനാണെങ്കിൽ ഇവരെല്ലാം അതിനുള്ളിലേക്ക് ട്രാപ്പ് ആക്കുകയാണ്. അപ്പോൾ അവിടെ തൊട്ടാണ് ആർക്ക് തുടങ്ങുന്നത്. ഇപ്പോൾ ട്രാപ്പ് ആക്കുമ്പോൾ ഇവർ ഓരോരുത്തരും പല പല സ്ഥലത്തൊക്കെയാണ് ഏകദേശം വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ കാണാം ടാഞ്ചിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ വീണുകൊണ്ടിരുന്നാൽ പറ്റില്ല, ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ച് എനിക്ക് രക്ഷ വേണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് വീണുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്രാഷായി താഴെ വീഴും, അതിനു മുമ്പ് എനിക്ക് ആദ്യം എൻ്റെ പോസ്റ്റർ ശരിയാക്കണം എന്നൊക്കെ പറയുമ്പം പെട്ടെന്നൊരു കൈ വന്ന് ടാഞ്ചിറോനെ പിടിച്ച് പൊക്കിയെടുക്കുകയാണ്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ഗിയു ആണ്. എന്നിട്ട് ടാഞ്ചിറോ ഗിയുവിൻ്റെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. താങ്ക്സ് പറഞ്ഞങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ബാക്കിൽ ഇതാ ഒരു യമണ്ട സാധനം വന്ന് നിൽക്കുകയാണ്. ടാഞ്ചിറോ അപ്പം തന്നെ വാളെടുത്ത് വീശി അതിന് ഒറ്റ വെട്ടം വെട്ടി. എന്നിട്ട് ഇങ്ങനെ കൂളായിട്ട് നിൽക്കുമ്പോൾ ഗിയുവിൻ്റെ അലപ്പ് വെക്കുക. പെട്ടെന്ന് തന്നെ ടാഞ്ചിറോ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ കുറേ ഡസൻ കണക്കിന് സാധനങ്ങൾ അവിടെ നിൽക്കുക. ഇവരപ്പം തന്നെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്കായിട്ടുള്ള 3rd ഫോമും 6th ഫോമും ഉപയോഗിച്ച് ഒരുമിച്ച് അതിനെ സ്ലൈസ് ചെയ്യാണ്. അപ്പോൾ ടാഞ്ചിറോൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്, ഗിയു എന്ത് പൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടൊക്കെ ചെയ്യടേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് ഒബനായിനെയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഡസൻ കണക്കിന് ഡീമനുമായിട്ട് ഇങ്ങനെ ആറാടുകയാണ്. പുള്ളിക്കാരൻ തന്നെ സ്നേക്ക് ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ 5th ഫോം ഉപയോഗിച്ച് അതിനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് നമുക്കവിടെ കാണാം. അങ്ങനെ പുള്ളി ആ ഡസൻ കണക്കിന് ഡീമനെ കൊന്നിട്ട് എൻ്റെ കൊച്ചിനെ വിറാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കനറോജിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടിട്ട് കനറോജ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നീ വന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ബ്ലഷൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്ന രീതി നമുക്ക് കാണാം. തൊട്ടപ്പത്ത് സ്റ്റോൺ ഹാഷിറോയും ടൊക്കിട്ടോയും കൂടെ മൂസാനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, കുന്നുകളയും ഞാൻ അവനെന്നൊക്കെ പറഞ്ഞിട്ട് റിവെഞ്ച് മോഡിൽ ഇങ്ങനെ ഓടുന്ന നമുക്ക് കാണാം. ടൊക്കിട്ടോ പറയുന്നുണ്ട്, ആദ്യം അവൻ എൻ്റെ ബ്രദറിനെ കൊന്നു, എന്നിട്ട് ഇപ്പം ഞാൻ അച്ഛനെ പോലെ കണ്ട എൻ്റെ മാസ്റ്ററിനെ കൊന്നു. ആരെപ്പറ്റിയാണ്? നമ്മുടെ മൂസാനെ പറ്റിയാണ് പറയുന്നത്. അവൻ എങ്ങനെയും കൊല്ലണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സ്റ്റോൺ ഹാഷിറോ പറയുന്നുണ്ട്, അതെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ആകുന്നത്, അവനെ നമ്മൾ ഉറപ്പായിട്ടും കൊന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശബ്ദത്തോട് തോടുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ സാനമി കാണിക്കുന്നുണ്ട്. സാനമി സെഡാണ്, കാര്യം ഇത് തന്നെയാണ്, എനിക്ക് എൻ്റെ മാസ്റ്ററിനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡീമൻ അവനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അപ്പം വാള് വീശാൻ പോലുള്ള ടൈം അവിടെ ഇല്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ഇപ്പം വാളെടുത്ത് വീശി ആ ഡീമനെ അവിടുന്ന് കൊല്ലുകയാണ്. നമ്മൾ വിചാരിക്കും അവൻ തീർന്നു എന്നായിരിക്കും, പക്ഷെ അങ്ങനെയല്ല, അവനെ അവിടുന്ന് കൊന്നു. ഉടനെ തന്നെ കുറേ ഡീമൻസ് അവനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഡീമനെ ഇവനിങ്ങനെ നോക്കി എന്നിട്ട് പറയും, വാ എന്നെ കൊന്നു നോക്കാൻ പറയും. എന്നിട്ടൊരു സൈക്കോ ചിരി അങ്ങോട്ട് ചിരിക്കും. പിന്നെ നമ്മുടെ ഇനോസ്കനെ കാണാം. അവൻ എന്തെന്നില്ലാത്ത ഓട്ടത്തിലാണ്. എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ബലമെല്ലാം എടുക്കാനുള്ള ടൈമായി, ഇന്ന് ഞാൻ ട്രെയിനിങ് എല്ലാം മുതലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ചറപറ വെട്ടി ഓടുകയാണ് അണ്ണൻ. പക്ഷെ നമ്മുടെ സെനിറ്റ്സ് മാത്രം കുറച്ച് സീരിയസ് ആണ് കേട്ടോ. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അവനിവിടെ ഉണ്ട്, അവനിവിടെ എവിടെയുണ്ട്, അവൻ്റെ പ്രസൻസ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ആരെയോ തപ്പി ഓടുകയാണ്. കൂട്ടോട്ടത്തിനിടയിൽ സമാധാനത്തിൽ നടന്നു പോകുന്ന ഷിനോബുവിനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഷിനോബു ഭയങ്കര കാമായിട്ട് എവിടെയാണ് ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞു പോവാണ്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഷിനോബുവിൻ്റെ ഒരു ഡോറ് കാണാം. പുള്ളിക്കാരത്തെ നൈസായിട്ട് തുറന്നു നോക്കിയപ്പം കുറേ പെൺകുട്ടികളവിടെ മരിച്ചു കിടക്കുകയാണ്. അതെ, അവരെ ഒരു ഡീമൻ അവിടെ ഇരുന്ന് കൊല്ലുകയാണ്. അത് മറ്റാരുമല്ല, നമ്പർ 2 ഡീമനായിട്ടുള്ള ഡോമയാണ്. ദ സെയിം ഡോമ ദാറ്റ് കിൽഡ് ഷിനോബൂസ് സിസ്റ്റർ. ഷിനോബുവിൻ്റെ സഹോദരിയെ കൊന്ന അതേ ഡീമൻ തന്നെ. അവനെ കണ്ടതും എൻ്റെ സഹോദരിയെ കൊന്നവനെ റിവെഞ്ച് എടുക്കാനുള്ള ടൈമായി എന്നൊക്കെ പറഞ്ഞ് ഷിനോബു ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ഇതാരാ വന്നിരിക്കുന്നത്, പെണ്ണാണോ, ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ അവിടെ വെച്ചാണ് 140ാമത്തെ ചാപ്റ്റർ എൻഡ് ആകുന്നത്. അപ്പോൾ ഉടനെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സ് വരുന്നതായിരിക്കും. 1-2 ചാപ്റ്റേഴ്സൊക്കെ അടുപ്പിച്ച് അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.